ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് നജിയുല്ലാഹ് എന്നുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജിയുല്ലാഹ് നബി തങ്ങളുടെ ഒരു നാമമാണ്. അള്ളാഹുവിനോട് രഹസ്യ സംഭാഷണം നടത്തുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നജി എന്നാൽ അറബിയിലൊക്കെ നമുക്ക് കാണാം മൻ യുകല്ലിമുഹു സിർറൻ, രഹസ്യമായിട്ട് ഒരാളോട് സംസാരിക്കുന്നയാൾക്കാണ് നജി എന്ന് പറയാം. നജി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്ത് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരാൾക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ ഹബീബിന് മാത്രം. അവിടെ നിന്ന് ധാരാളം മറകൾ കടന്ന്, കടമ്പകൾ കടന്ന് റബ്ബിന്റെ തിരുസന്നിധിയിലെത്തിച്ചേർന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നജിയുല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനും ഈ ഒരു പേര് നമുക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആനിൽ നജിയൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചു, നജിയ്, റബ്ബിനോട് സംഭാഷണം നടത്താൻ. മുത്തുനബിക്ക് ലഭിച്ചതുപോലെ മൂസാ നബിക്ക് ലഭിച്ചിട്ടില്ല, ആർക്കും ലഭിച്ചിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതുപോലെ ആ ഒരു സ്ഥാനം, ആ ഒരു അവസരം, ആ ഒരു ഓപ്പർച്യൂണിറ്റി വേറൊരാൾക്കും അള്ളാഹു നൽകിയില്ല. നജിയുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അള്ളാഹു ആ ഭാഗ്യം നൽകിയത്. ഓരോ നാമം നാം പഠിക്കുമ്പോഴും അവിടുത്തെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് തിരിച്ചറിയുകയാണ്. അവിടുത്തെ ഔസാഫുകളാണ് നാമങ്ങളായി നാം പറയുന്നത്, അവിടുത്തെ വിശേഷണങ്ങൾ. ഒരു നാമം നജിയുല്ലാഹ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഈ ഒരു മഹത്തായ ഭാഗ്യം, മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുത്തേക്ക് ലഭിച്ച ആ മഹത്തായ ഭാഗ്യം നാം പഠിക്കുന്നു. അങ്ങനെ തൊട്ടു മുമ്പ് നാം മുജാബ് എന്ന് ചർച്ച ചെയ്തു. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഒരുപാട് ഉത്തരങ്ങൾ, അവിടുത്തെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചത്. മുജീബ് ചർച്ച ചെയ്യുമ്പോൾ അവിടുന്ന് പാവങ്ങളുടെ ക്ഷണം സ്വീകരിച്ചത്. അവിടുത്തെ വിനയത്തിന്റെ മഹത്തായ പാഠങ്ങളൊക്കെ നാം മനസ്സിലാക്കി. അങ്ങനെ ഓരോ നാമങ്ങളിലൂടെയും ഒരുപാട് അവിടുത്തെ മഹത്വങ്ങൾ നമുക്ക് തിരിച്ചറിയുകയാണ്. അതിൻ്റെ പേരിൻ്റെ അർത്ഥവും അല്പം ചില വിശദീകരണങ്ങളും മാത്രമേ ഓരോ പേരിലും നമ്മൾ നൽകുന്നുള്ളൂ. കാരണം കൂടുതൽ നീണ്ടുപോയാൽ, ഒരു 10 മിനിറ്റിൻ്റെ അപ്പുറമൊക്കെ, കൂടുതൽ 15 മിനിറ്റിൻ്റെ അപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ പഠിതാക്കളായ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഭയന്നിട്ടാണ് കൂടുതൽ വിശദീകരണം നൽകാതെ ആ ഓരോ പേരിനെയും മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ ചെറിയ വിശദീകരണങ്ങൾ മാത്രം നൽകുന്നത്. അല്ലെങ്കിൽ ഒരു പേര് തന്നെ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ടാകും. അതിൻ്റെ മഹത്തായ ആശയങ്ങൾ. മുജാബ് നമ്മൾ ചർച്ച ചെയ്തല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. മുജാബ്, അതിനെക്കുറിച്ച് എത്ര പറയാനുണ്ട്. ദിവസങ്ങളോളം നിരന്തരം അണമുറയാതെ പറഞ്ഞാലും അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഭാഗ്യം, അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ആ മഹത്തായ അനുഗ്രഹങ്ങൾ,
അവിടത്തേക്ക് ഉത്തരം നൽകിയത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് നമ്മൾ നൽകുന്നത്. പറഞ്ഞു വന്നത് നബിയുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രഹസ്യമായി സംഭാഷണം നടത്താൻ യോഗ്യതയുള്ള, ഒരുപാട് അങ്ങനെ നടത്തിയ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനെ കാണാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. സ്വർഗത്തിലെത്തിയിട്ട് നമുക്ക് കാണണം, അവിടുത്തെ തിരുദാത്തിനെ അനുഭവിക്കണം, അവിടുത്തെ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ കാണാൻ, അവിടുത്തെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.